മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ട് ഇന്ന് 2 വർഷം പൂർത്തിയാകുന്നു. 2024 ജൂലൈ 30-നുണ്ടായ ദുരന്തത്തിൽ 298 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 32 പേരുടെ മൃതദേഹം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടുമില്ല. പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളുമായി ദുരന്തബാധിതർ ഇന്ന് വീണ്ടും ഒത്തുകൂടും. ജൂലൈ 30-ന് പുലർച്ചെ 12:30 ശക്തമായി പെയ്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിൽ പലരുടെയും വീടുകളും ജീവനുകളും മണ്ണിനടിയിലായി. പ്രദേശവാസികൾ മണ്ണിനടിയിൽ പൂണ്ട പലരുടെയും ജീവനുകൾ രക്ഷിച്ചു. പക്ഷേ പിന്നീടുണ്ടായ രണ്ടാമത്തെയും മൂന്നാമത്തെയും തുടർച്ചയായ ഉരുൾപൊട്ടലിൽ അടുത്ത വീടുകളിലും ബന്ധുവീടുകളിലുമടക്കം അഭയം പ്രാപിച്ചവർ വരെ ഒലിച്ചുപോയി. വീടുകൾക്ക് പുറമെ ചൂരൽമല പാലം തകർന്നു. ദ്രുതഗതിയിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ചൂരൽമലയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള പരിക്കേറ്റവരെ രാത്രിയോടെ തന്നെ ആശുപത്രികളിലേക്ക് മാറ്റി. രക്ഷാപ്രവർത്തനത്തിനിടയിലുണ്ടായ മൂന്നാമത്തെ ഉരുൾപൊട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു പലരും. നേരം വെളുത്തതിന് ശേഷമാണ് പൂർണ്ണമായ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. വൈകിട്ടോടെ റോപ്വേയുടെയും ഹെലികോപ്റ്ററിന്റെയും സഹായത്തോടെ മുണ്ടക്കൈയിൽ ഒറ്റപ്പെട്ടുപോയ മുഴുവൻ ആളുകളെയും ചൂരൽമലയിലെത്തിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. 3 ഉരുൾപൊട്ടലിലായി പൊലിഞ്ഞത് 298 പേരുടെ ജീവനുകളാണ്. 32 പേർ കാണാമറയത്തേക്ക് മറഞ്ഞുപോയി. മൃതദേഹങ്ങളും മൃതദേഹാവശിഷ്ടങ്ങളും സൂചിപ്പാറയും കടന്ന് ചാലിയാറിലൂടെ ഒഴുകി. മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ട് ആംബുലൻസുകൾ നിരനിരയായി ചൂരൽമലയിൽ നിന്നും മേപ്പാടിയിലേക്ക് പാഞ്ഞു. മേപ്പാടി താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിക്ക് മുമ്പിൽ ബന്ധുക്കൾ തങ്ങളുടെ ഉറ്റവരെ തിരിച്ചറിയാനായി കാത്തുനിന്നു. മരണസംഖ്യ ഉയർന്നതോടെ പുത്തുമലയിൽ കൂട്ടക്കുഴിമാടമൊരുക്കി. തിരിച്ചറിയാത്ത മൃതദേഹങ്ങളും അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കുപ്പിയിൽ രേഖപ്പെടുത്തിയ നമ്പറുകളടക്കമാണ് സംസ്കരിച്ചത്. സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് പിന്നീട് നടന്നത്. ബന്ധുക്കൾ നഷ്ടമായവർക്കും നഷ്ടപരിഹാര തുക നൽകി. ഒടുവിൽ സർക്കാർ ടൗൺഷിപ്പിൽ 178 പേർക്ക് വീട് ലഭ്യമായി. ടൗൺഷിപ്പ് പൂർത്തിയാവുന്നതോടെ 410 പേർക്കും വീട് ലഭ്യമാവും. ശക്തമായ മഴ പെയ്യുമ്പോൾ പുന്നപ്പുഴ ഇപ്പോഴും ആർത്തലച്ച് ഒഴുകാറുണ്ട്. ഒരുപക്ഷെ പ്രാണഭയത്തിൽ നിന്ന ആളുകളെ ജീവനോടെ ഒഴുക്കിക്കൊണ്ടുപോയതോർത്ത് തലതല്ലി കരയുന്നതാവാം. വെള്ളാർമല സ്കൂളിന്റെ വരാന്തകൾ കുട്ടികളുടെ കളിച്ചിരികൾ കേൾക്കുവാനായി കൊതിക്കുന്നുണ്ടാവണം. ആളൊഴിഞ്ഞ മുണ്ടക്കൈ ബസ് സ്റ്റോപ്പ് പഴയതുപോലെ എന്നെങ്കിലും ഒരു KSRTC ബസ് മുണ്ടക്കൈയിൽ നിർത്തുമെന്നും ആളുകൾ ബസ് കാത്ത് തന്റെ മടിയിലിരിക്കുമെന്നും കരുതുന്നുണ്ടാവണം. ഒരിക്കൽ ശക്തമായ രാഷ്ട്രീയ സംഘടനകളുടെ അടക്കം വേദിയായിരുന്ന അട്ടമലയും ഒരു മുദ്രാവാക്യം വിളിയെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടാവാം. അമൃത ന്യൂസ്, വയനാട്.